ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം ആചരിക്കുകയാണ് അല്ലേ. എല്ലാ സ്കൂളുകളെയും കുട്ടികളുടെ അടുത്ത് ഇന്ന് മിസ്സുമാരെ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പ്ലക്കാർഡിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്ററോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം അതുപോലെ തന്നെ എൻ്റെ മക്കളുടെ അടുത്ത് മിസ്സുമാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിന്ന് ഇന്നലെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചാർട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടു. അപ്പോൾ അത് വരയ്ക്കുന്നതും കളർ ചെയ്യുന്നതും കുട്ടികൾ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇടുന്നത്. അപ്പം എല്ലാവരും കട്ട സപ്പോർട്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കുന്നവരും എൻ്റെ ഈ വീഡിയോ കാണുന്നവരെല്ലാം എല്ലാം ഫ്രണ്ട്സാണെന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും എനിക്ക് ലൈക്ക് തരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അപ്പം എല്ലാവർക്കും പരിസ്ഥിതി ദിനാശംസകൾ നേരാണ്. അതുപോലെ തന്നെ പാലിക്കണം, സ്ഥിതി മാറാതിരിക്കാൻ ദിനം തോറും എന്ന മുദ്രാവാക്യത്തോടു കൂടി ഞാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പം മൂത്ത ആൾക്ക് ഞാൻ എടുത്ത തീം എന്ന് പറയുന്നത് അതായത് ഭൂമിയെ രണ്ടായി വിഭജിച്ച്, അല്ലെങ്കിൽ പ്രകൃതിയെ രണ്ടായി വിഭജിച്ച് കഴിഞ്ഞാൽ ഒരു പ്രകൃതി രമണീയമായ ഒരു ഭൂമിയെയും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമിയെ അങ്ങനെ ആയിട്ടാണ് ഞാൻ ഒരു മൂത്ത മോൾക്ക് ഞാൻ കൊടുത്ത തീം കേട്ടോ. സംഭവം ഞാൻ യൂട്യൂബിൽ നിന്ന് പോയി നോക്കിയെടുത്ത് തന്നെയാണ്. എനിക്ക് ബൈ ഹാർട്ട് ഇത് വരയ്ക്കാൻ അറിഞ്ഞില്ലെങ്കിലും കുറച്ചൊക്കെ എനിക്ക് നോക്കി വരയ്ക്കാനാണ് കൂടുതലായിട്ട് പറ്റുക. അപ്പം എന്തായാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ തന്നെ അല്ലാണ്ട് പിന്നെ വേറെ ആരാല്ലേ ചെയ്യുക. അപ്പം എന്തായാലും ഞാൻ രണ്ടാമത്തെ ആൾക്കായിട്ടാണ് കേട്ടോ ഒരു ഭൂമിയെ അതുപോലെ തന്നെ 5 പാർട്ടായിട്ട് സേവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് വരച്ചിരിക്കുന്നത്. അപ്പം മൂത്ത ആൾ കൂടെ നന്നായിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും കിടന്നുറങ്ങിയിരുന്നു. സമയം 12 മണിയാണ് കേട്ടോ. അപ്പം അവൾ തന്നെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ വരച്ചതിൻ്റെ ഔട്ട്ലൈനൊക്കെ വരയ്ക്കാനായിട്ട് അവൾ ഇരുന്നു. ബാക്കി കളർ ചെയ്യാനും ഞാനിരുന്നു. അപ്പം ഇവർക്ക് രണ്ടാൾക്കും ചാർട്ട് വരച്ച് കഴിഞ്ഞപ്പോൾ മോന് ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് ചാർട്ട് കൈവശം ഉണ്ടായിരുന്ന കളറുകൾ. അപ്പോൾ എന്തായാലും ഒരു ട്രീയുടെ മോഡൽ എന്തെങ്കിലും ഷേപ്പ് വെട്ടിയെടുത്ത് അതിലെന്തെങ്കിലും ഒരു കണ്ടൻ്റ് അതിൽ എഴുതാം എന്ന് ഞാൻ കരുതി. അപ്പോൾ ഞാൻ ഒരു മരത്തിൻ്റെ ഷേപ്പിലൊക്കെ വരച്ചെടുത്തു. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഒരു ട്രീയുടെ മോഡലിൽ ഒട്ടിച്ചെടുത്തിട്ട് അതിൽ ഞാൻ എഴുതി. അപ്പോൾ എന്തായാലും ഒരു ട്രീയും ആയെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ കാഴ്ചയിൽ അതിനൊന്ന് ഇത്രയും കൂടി അട്രാക്ഷൻ വരുത്താനായിട്ട് ഞാൻ അതിന് ഔട്ട്ലൈനൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയും കൂടി നല്ല ഭംഗിയായിട്ട് മാറി. അപ്പോൾ എന്തായാലും മോനെ പിടിക്കുമ്പോൾ ഒരു ഭംഗി ആവണ്ടേ, കാണുന്ന കാഴ്ചയിൽ എന്തായാലും നന്നായിരിക്കണ്ടേ എന്ന് കരുതിയുണ്ട്. അപ്പം എല്ലാ അമ്മമാരും ഇതുപോലെ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം എല്ലാവരും എനിക്ക് ഒരു ലൈക്ക് തരുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ വേറൊന്നുമല്ല, മരങ്ങൾ നടൂ, അതുപോലെ തന്നെ തണൽ നേടൂ, ശുദ്ധവായു ശ്വസിക്കാം എന്നാണ് ഞാൻ എഴുതിയത് കേട്ടോ. അപ്പോൾ ശ്വസിക്കാം എന്നുള്ളൊരു ഒരു സ്പേസിൻ്റെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൽ ഉൾക്കൊള്ളിച്ചു. എന്തായാലും അതെനിക്ക് ബ്ലാക്ക് കൊണ്ട് എഴുതിയാലും അതിനൊരു എടുത്ത് കാണിക്കാൻ ബുദ്ധിമുട്ടാവുമോ എന്ന് കരുതിക്കൊണ്ട് ഞാൻ ആ വൈറ്റ്നർ കൊണ്ട് അതിൻ്റെ മുകളിൽ ഞാൻ എഴുതി. അപ്പം എനിക്കൊരു കാര്യം എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ വീട്ടിലുള്ള മാലിന്യങ്ങൾ നമ്മൾ എങ്ങനെയെങ്കിലും എന്താ പറയുക, ഹരിതകർമ്മസേനക്കാർ വരുമ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യണം, അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ എന്താ പറയുക, അവർ യൂസർ ഫീ കൊടുക്കുക. അതുപോലെ മഴക്കാലമാണ്, എല്ലാവരും ശ്രദ്ധിക്കുക, നന്നായി കെയർ ചെയ്യുക, മക്കൾക്ക് രോഗങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു പരിസ്ഥിതി ദിനം ആശംസകൾ അറിയിപ്പിച്ചു.